പാലക്കാട്ടെ 12 മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചു. പക്ഷേ ഒറ്റപ്പാലത്തേക്ക് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. പല സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും ഈ നോട്ട്ബുക്കും പല കാര്യങ്ങളും ഇങ്ങനെ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് കൊടുക്കും, പാർട്ടികൾ ജനങ്ങൾക്ക് കൊടുക്കും. ഇതെന്താ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതി എന്താ? ഞാൻ പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. അതിന് ആദ്യം നന്ദി പറയുകയാണ്. ഇത് ഒരു ദിവസം നമുക്കൊരു 1000 റിബൺ കിട്ടും. വൈകുന്നേരം ആയാൽ എന്തു ചെയ്യും ഈ 1000 ചുവന്ന റിബൺ? അത് യഥാർത്ഥത്തിൽ പിന്നെ അത് വേസ്റ്റായി മാറുകയാണ്. ഒരു 100 150 ഷാള് കിട്ടും, ഒരു 10 100 200 മാല കിട്ടും. പ്ലാസ്റ്റിക് മാലയും അല്ലാത്ത മാലയും ഒക്കെ ആയിട്ടുള്ള തുണിയുടെ കടലാസിൻ്റെയും ഒക്കെ മാല കിട്ടും. ഇത്രയും മാല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വേറൊരു ഉപയോഗമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മണ്ഡല നേതാക്കളോട് പറഞ്ഞു, നമുക്ക് ഇത്തവണ പഠനോപകരണങ്ങൾ സമ്മാനമായി തന്നോട്ടെ. ഒരാൾ റിബൺ ഇടണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തടയുന്നൊന്നുമില്ല. റിബൺ ഇട്ടോട്ടെ, പഠനോപകരണങ്ങൾ തന്നോട്ടെ. ഇന്ന് രാവിലെ അകവണ്ടയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഈ സ്വീകരണം വരെ എല്ലാ കേന്ദ്രത്തിലും നോട്ട് പുസ്തകം, പേന, ചോറ്റുപാത്രം, വാട്ടർ ബോട്ടിൽ, വിവിധങ്ങളായ സാധനങ്ങൾ, സാമഗ്രികൾ അതെല്ലാം നമുക്ക് സമ്മാനമായി കിട്ടുകയാണ്. നമ്മുടെ നാട്ടിലെ അപൂർവം ചില രക്ഷിതാക്കളുണ്ട്. 2 കുട്ടി 3 കുട്ടിയൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കാൻ നേരത്ത് അവർക്ക് ബാഗ് വേണം, കുട വേണം, നോട്ട് ബുക്ക് വേണം, ചോറ്റുപാത്രം വേണം. അതിലെല്ലാം ഒരു ചെറിയ ടെൻഷൻ അടിക്കുന്ന, കയ്യിൽ കാശില്ലല്ലോ എന്ന് വേദനിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മളിതെല്ലാം സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞാൽ ഒരുമിച്ച് സമാഹരിച്ച് എണ്ണിക്കെട്ടി ഉറപ്പാക്കി ഏറ്റവും പാവപ്പെട്ട അർഹരായവരുടെ കൈകളിലേക്ക് അത് കൊടുക്കും. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. ഇടതുപക്ഷം വേറിട്ട പക്ഷമാണ്, ജനപക്ഷമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ നിലയിലാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്.